എപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ. ഒരു കാലഘട്ടത്തിൽ വിജയന്റെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സമുദ്ര ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ 30 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സമുദ്ര ചേച്ചിയെ പറ്റി എന്താണ് പറയാനുള്ളത്? സമിത ചേച്ചി കൂടെ കൂട്ടിയിട്ട് 22 വർഷമായിട്ടുള്ളൂ. ഒന്നുകൂടെ ക്ലിയർ ആയിരുന്നു. അല്ല, തീർച്ചയായിട്ടും എനിക്ക് പക്ഷെ എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാം. രീതിയിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ സമിതിയുടെ സപ്പോർട്ട് വളരെ വലുതാണ്. സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും ആൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായും. ബിച്ചേട്ടനോടാണ് ഇപ്പോൾ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ പണ്ട് നമ്മൾ പോലീസ് കഥാപാത്രം എന്ന് ഓർക്കുമ്പോൾ സുരേഷ് ചേട്ടനെ ആയിരുന്നു ഓർക്കുന്നത്. ഇപ്പോൾ അത് ബിച്ചേട്ടനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണോ അതോ അത് ചെയ്യാൻ നല്ല ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണോ? ഇത് ആക്ച്വലി സംഭവിച്ചു പോകുന്നതാണ്. തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ അന്ന് കിട്ടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോയിട്ട് അന്നത്തെ നമ്മുടെ ഒരു അപ്പിയറൻസും ഒരു സീരിയസ് റോൾസുമാണ് കൂടുതൽ ചെയ്തത്. ആ സമയത്ത് സപ്പോർട്ടീവ് പോലീസ് ക്യാരക്ടേഴ്സ് റോൾസ് വന്നിരുന്നു. പിന്നെ സിനിമയിൽ കൂടുതൽ ഓപ്ഷന് പോകാതെ ഒരാൾ ഒരു ക്യാരക്ടർ ചെയ്ത് വർക്കൗട്ടായിട്ട് നാച്ചുറലി അയാളെ ഇതിന് വിളിക്കും. അങ്ങനെ കുറേ സിനിമകൾ ചെയ്തത്. പിന്നെ ഒരു ക്ലീഷയായിട്ട് കുറേ ആൾ അതിൽ നിന്ന് മാറിയില്ല. പിന്നെ വീണ്ടും അത് തുടങ്ങിയത് അനുരാഗരിക്കുമ്പോഴേ ഞാനും ക്ലാസ് ചെയ്തതിന് ശേഷം പിന്നെ പോലീസ് ക്യാരക്ടേഴ്സ് വരും, പലത് ഒഴിവാക്കാൻ നോക്കും. പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യാൻ. അപ്പം അതിന് ആ സമയത്ത് കൂടുതൽ ഇഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു പ്രേക്ഷകനെ പറ്റി അധികം ബോധമില്ലാതായിരിക്കും. അതുപോലെ തന്നെ അയ്യപ്പൻ കോശിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഈഗോസ്റ്റിക് ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണോ പോലീസിലുള്ള ഒരു ഈഗോസ്റ്റിക് ഇതാണോ ഈ കഥ പറയുന്നത്? ട്രെയിലർ വന്നപ്പോൾ അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. ഇതൊരു ഈഗോ ബേസ്ഡ് സിനിമയല്ല. ആക്ച്വലി പക്ക ഒരു പോലീസ് പ്രൊസീജിയറാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന പോലീസിലാണെന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. തറോ ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലിംഗ് ആണ്. എല്ലാ ഒരു സീനിൽ അടുത്ത സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്നത് നമുക്ക് അത് കേട്ടപ്പോണ്ടായിരുന്നു. അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നത് തന്നെയാണ്.